ഇനി ഇതാ മുസ്ലിയാക്കന്മാരെ ചങ്ങലക്ക് പിടിച്ചു കെട്ടാൻ കടന്നുവരുന്ന ഒരു മുജാഹിദ് പുരോഹിതനെ ഒന്ന് കാണൂ. ഇസ്ലാമിന് സ്നേഹമുണ്ടോ? ഒരുപാട് കാലത്തേക്ക് കുറെ മുസ്ലിയാക്കന്മാരെ ചങ്ങലിൽ കെട്ടിയിട്ട് തിന്നാനും കുടിക്കാനും കൊടുക്കുക, കുളിപ്പിക്കുകയും ഡ്രസ്സ് മാറ്റി കൊടുക്കുകയും ചെയ്യുക. ഒരു 5 കൊല്ലം കേരളത്തിലെ മുഴുവൻ പുരോഹിതന്മാരെയും കൊല്ലണ്ട, പിടിച്ചു കെട്ടിയാൽ മതി. വേദനിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല, പിടിച്ചു കെട്ടുക. ഇവരെ നമുക്ക് ചങ്ങലക്കിടാൻ കഴിയില്ല, ഇവരെ നമുക്ക് ചങ്ങലക്കിടാൻ കഴിയില്ല. സ്നേഹമുണ്ടോ? ഒരുപാട് കാലത്തേക്ക് കുറെ മുസ്ലിയാക്കന്മാരെ ചങ്ങലിൽ കെട്ടിയിട്ട് തിന്നാനും കുടിക്കാനും ഇവരെ നമുക്ക് ചങ്ങലക്കിടാൻ കഴിയില്ല. അവസാനിപ്പിക്കണം. ഈ കൊല്ലലും കൊടുക്കലും കുത്തലും ചവിട്ടലും അവസാനിപ്പിക്കണം. മനുഷ്യനായിട്ട് ജീവിക്കണം. ഒരു മുസ്ലിയാര്, ഞാൻ പറഞ്ഞു, അയാൾ പഠിപ്പിക്കുന്ന മദ്രസിലെ കുട്ടികളെ കഴുത്തു ഞെരിച്ച് കൊന്നുകളയുക. ഈ കൊല്ലലും കൊടുക്കലും കുത്തലും ചവിട്ടലും അവസാനിപ്പിക്കണം. ഇനി മുത്തുനബിയുടെ സന്താനങ്ങൾക്കെതിരെയുള്ള വഹാബി പരിഹാസങ്ങൾ നമുക്കൊന്ന് കാണാം. സന്യാസിമാരെ കുറിച്ചും സിദ്ധന്മാരെ കുറിച്ചും സജീവമായി ചർച്ച നടക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അപ്പോ SSFന്റെ ഒരു പ്രസ്താവന, തങ്ങളുടെ കുടുംബത്തെ കുറ്റപ്പെടുത്തരുത്, നബി കുടുംബത്തെ കുറ്റപ്പെടുത്തരുത്, അല്ലേ? കേരളത്തിലൊക്കെ അറിയപ്പെട്ട തങ്ങന്മാരിൽ ഒരൊറ്റ കുട്ടിയും താടി വെച്ചിട്ടില്ല. നബിയായിട്ട് എന്താ ബന്ധം? നബിയുടെ ഒരൊറ്റ സഹാബിയും താടി വെക്കാത്തവരായിട്ടില്ല. ഇവർക്ക് എന്താ ബന്ധം? ഇവർക്ക് രോമം തന്നെയല്ല. എന്താ പ്രശ്നം? താടി വെക്കാനിട്ട് അല്ലാഞ്ഞിട്ടല്ല, വരാനിട്ടല്ല. തങ്ങളായി അറിയപ്പെട്ട ഒരു തങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സമൃദ്ധമായ താടി? അത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ മുഖമുദ്രയാണ്. പിന്നെ എന്ത് തങ്ങൾ? തൗഹീദാണ് തങ്ങന്മാരുടെ മുഖമുദ്ര. തൗഹീദ് ഉണ്ടോ? ഇല്ല. മന്ത്രിച്ചൂതി ചരട് കെട്ടിക്കൊടുക്കും. 20 വയസ്സിന്റെ ചരട് 250 മന്ത്രിച്ചൂതി കെട്ടുന്ന തങ്ങൾ ഏത് തങ്ങൾ? അയാൾ ആരെ തങ്ങളാ? ഇവിടുത്തെ തങ്ങളാണ് അല്ലെ? തങ്ങന്മാര് റസൂലിന്റെ കുടുംബക്കാർ മന്ത്രിച്ചൂതി കെട്ടാത്തവരായി, അല്ലേ? 10 പൈസന്റെ നൂല് കെട്ടിയിട്ട് 200 റുപ്യ വാങ്ങാം, അല്ലേ? 10 റുപ്യന്റെ പച്ചവെള്ളം വിറ്റ് 10,000 വാങ്ങാം. അങ്ങനത്തെ ആളുകളായിരുന്നില്ല പ്രവാചകന്റെ. മുജാഹിദ് പൗരോഹിത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരയിൽപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങളെ കുറിച്ച് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. ഖലീൽ തങ്ങളിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ കാണുമ്പോ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിക്കൊളി. ലോകം നന്നാവട്ടെ. മരണപ്പെട്ടുപോയ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ശ്രീമാരോടും അമൃതാനന്ദമയിമാരോടുമൊപ്പം കൂട്ടിക്കെട്ടി പരിഹസിക്കുന്ന മുജാഹിദ് പുരോഹിതനെ നിങ്ങളൊന്ന് കാണൂ. ചൂഷണ മനസ്ഥിതി, അടിമത്തം ഉണ്ടാക്കുന്ന മനസ്ഥിതി, ഉടമത്ത മനസ്ഥിതി ആർക്കൊക്കെ വരുന്നറിയാമോ? ഈ കഴിഞ്ഞ ദശകങ്ങളിൽ കേരളത്തിൽ കത്തിത്തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വമാണ് നിത്യ ഗുരു നിത്യ ചൈതന്യയതി. പേര് നോക്കണേ, മാതാപിതാക്കളിട്ട പേരല്ല, രാജ്യം സമ്മാനിച്ച പേരല്ല. ശ്രീ ശ്രീ കാമകോടി മഠാധിപർ, അല്ലേ? ശ്രീ 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 18 ശ്രീ ആചാര്യ രവിശങ്കർ, ശ്രീ ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. മനസ്സിലായോ? പേരുകൾ കൊണ്ട് വലുതാവുക. ആര്? ജനങ്ങൾ വലുതാക്കുകയാണ്, മറ്റുള്ളവർ വലുതാക്കുകയാണ്. ഇനിയും അഭിവന്ദ്യരായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങളെ കുറിച്ച് മുജാഹിദ് പുരോഹിതൻ തന്നെ പറയുന്നത് കേൾക്കൂ. ഇവിടെ ഒരു ഖലീൽ തങ്ങൾ ആൾ ദൈവമാണെങ്കിൽ, മറുഭാഗത്ത് സായിബാവയാണെങ്കിൽ, മറുഭാഗത്ത് അമ്മയാണെങ്കിൽ, മറുഭാഗത്ത് ശ്രീ ശ്രീ രവിശങ്കർ ആണെങ്കിൽ, മറുഭാഗത്ത് പോട്ടാ ധ്യാന കേന്ദ്രങ്ങളാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരയുടെ കൈകൾ ഹറാമിന്റെ കൈകളാണെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നത് കേൾക്കൂ. അപ്പം മുത്താൻ പറ്റിയ കൈ തങ്ങന്മാരെ കൈയല്ല, അത് ഹറാമിന്റെ കൈയാ. പാണക്കാട് തങ്ങളെയും ഖലീൽ തങ്ങളെയും ഇനിയും പരിഹസിക്കുന്നത് കേൾക്കൂ. തങ്ങളുടെ കുടുംബം ഖലീൽ തങ്ങൾ, പാണക്കാട് തങ്ങൾ അങ്ങനൊന്നുമില്ല. അവരൊന്നും നബിയുടെ കുടുംബമായി പ്രത്യേകിച്ച് ബന്ധമൊന്നും അവർക്കില്ല. ആദർശം കൊണ്ട് തീരെയില്ല. ആദരണീയരായ പാണക്കാട് ശിഹാബ് തങ്ങളെ കുറിച്ച് മറ്റൊരു മുജാഹിദ് പുരോഹിതൻ പറയുന്നത്, പിന്നെ തങ്ങന്മാരെങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ലേ? തങ്ങള് എന്ന് പറഞ്ഞ ആരാ? എല്ലാ രാഷ്ട്രീയത്തിലും ഒരു നേതാവ്, മതസംഘടനയിലും ഒരു നേതാവ്, തങ്ങന്മാർക്കല്ല നേതൃത്വം. അതിനാ ഞങ്ങൾ എതിർക്കുന്നത്. അങ്ങനത്തെ ആത്മീയ നേതാവൊന്നുമില്ല. ചില ആളുകൾ ശിഹാബ് തങ്ങൾ ആത്മീയ നേതാവ് അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ കരുണാകരന്റെ ഒക്കെ മാതിരി നേതാവ്, ഉമ്മൻചാണ്ടിന്റെ ഒക്കെ മാതിരി നേതാവ്, അത്രയാണ് ഞങ്ങൾക്ക്. മഹാനായ ഖലീൽ തങ്ങളെ ഷിർക്കിന്റെ പ്രചാരകനാണെന്ന് പറയുന്ന സലഫിയെ ഒന്ന് കാണൂ.
ഷിർക്കാണെങ്കിൽ ഇന്നിവിടെ ശ്രീ രവിശങ്കർ പഠിപ്പിക്കുന്നതും ഷിർക്ക് തന്നെയാണ്. ജനാബ് ഖലീൽ തങ്ങൾ പഠിപ്പിക്കുന്നതും ഷിർക്ക് തന്നെയാണ്. അതേതാത്മീയ സദസ്സിൽ വെച്ച് പറഞ്ഞാലും ശരി, എത്രായിരം ആളുകളുടെ മുമ്പിൽ വെച്ച് കരഘോഷങ്ങളില്ലാതെ തക്ബീർ ധ്വനിയിലോ സലാമിന്റെ കമ്പടിയോടുകൂടെയോ പറഞ്ഞാലും ശരി, ഷിർക്ക് തന്നെയാണ്. ആര് പറഞ്ഞാലും അത് ഷിർക്കാണ്. ഇനി മുജാഹിദ് മതത്തിലെ തങ്ങന്മാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ബാലനും ജോസഫും ഏലിയാമ്മയും സാറാമ്മയും കല്യാണിക്കുട്ടിയും ആയിഷക്കുട്ടിയും ലാൽകുത്ത് അദ്വാനിയും വിനയകത്തിയാറും അശോക സിംഗാളും എല്ലാവരും ആദമിന്റെ മക്കളാണ്. എല്ലാവരും തങ്ങന്മാരാണ്. എല്ലാവരും തങ്ങളുടെ മക്കളാണ്. ചങ്ങായിമാരെ ഈ പറയുന്നങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. എല്ലാവരും തങ്ങന്മാരാണ്. എല്ലാവരും തങ്ങളുടെ മക്കളാണ്. മുസ്ലിയാക്കന്മാരെയും തങ്ങന്മാരെയും പരിഹസിച്ച ഈ പുരോഹിത വർഗം ഇനി ഔലിയാക്കന്മാരെ പരിഹസിക്കുന്നത് കാണുക. ആദ്യമായി ഉള്ളാൾ ദർഗയിൽ മറപെട്ട് കിടക്കുന്ന സയ്യിദ് മദനി തങ്ങളെ ആക്ഷേപിക്കുന്നത് കാണൂ. അപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ കബറ് ചാടിക്കറണ്ട മൂപ്പര് പോകുന്നത് ഉള്ളാളത്തേക്ക്. ഉള്ളാളുകളാണ് തന്റെ അമ്മായിമേ. ആരാണ്ടത്? ഇനി മമ്പുറം തങ്ങളെ വിഗ്രഹമാണെന്ന് പറയുന്ന മുജാഹിദ് പുരോഹിതനെ കാണൂ. അപ്പൊ ഇവിടുത്തെ സുന്നികൾ ചെയ്യുന്നത് കബറാരാധനയല്ല, സാക്ഷാൽ വിഗ്രഹ ആരാധനയാണ്. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. അദ്ദേഹത്തെയാണ് ആരാധിക്കുന്നത്. മമ്പുറം തങ്ങൾ ബിംബമാണെന്നോ മമ്പുറം തങ്ങൾ വിഗ്രഹമാണെന്നോ മുജാഹിദികൾ പറഞ്ഞിട്ടില്ല. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. മമ്പുറം തങ്ങൾ വിഗ്രഹമാണെന്നോ മുജാഹിദികൾ പറഞ്ഞിട്ടില്ല. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. ഇനി ഈ പുരോഹിത വർഗം ഹദീസുകളെ പരിഹസിക്കുന്നത് കാണുക. ഇതെന്നാ പറഞ്ഞത്? ഞാൻ 60 ഹദീസ് ലൈഫാക്കിയിട്ട് മുജാഹിദ് എന്തെങ്കിലും നഷ്ടപ്പെട്ടുള്ള സ്വന്തത്ത്? നിങ്ങൾ 60 ഹദീസ് ലൈഫാക്കിനെ പറയില്ലാതെ കൂട്ടരെ ഞാൻ ഒരു ലൈഫാക്കിയോണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചു പോകുന്ന ഏത് വിശ്വാസത്തിനെ നഷ്ടം സംഭവിച്ചത്? ഏത് സുന്നത്തെ അവർക്ക് നഷ്ടപ്പെട്ടത്? ഹദീസുകളെ യാതൊരു ലജ്ജയുമില്ലാതെ ബലഹീനമാക്കുന്നതിനെ സ്വന്തം കൂടാരത്തിലെ ശിഷ്യൻ വിമർശിക്കുന്നത് കാണൂ. അപ്പൊ ഒരു ഹദീസ് നമ്മൾ കേട്ടാൽ നമ്മളെ തള്ളുന്നതിന് മുമ്പ് ആലോചിക്കണം, 14 നൂറ്റാണ്ട് പിന്നിട്ട സമുദായത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇക്കഴിഞ്ഞ 13 നൂറ്റാണ്ടിലെ മുസ്ലിമീങ്ങൾ ഈ ഹദീസിനെ എങ്ങനെയാ സമീപിച്ചത്? അവരിങ്ങനെ പുറംകാല് കൊണ്ട് തട്ടുകയാണോ ചെയ്തത്? അവരൊക്കെ ഈ ഹദീസിന് വല്ല വ്യാഖ്യാനവും പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും ആലോചിക്കാതെ ഓരോരുത്തരും അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഹദീസുകളെ തള്ളുകയും കൊള്ളുകയും ചെയ്യുന്ന അവസ്ഥ ഇന്നുണ്ടായിട്ടുണ്ട്. ഇനി ആ ശിഷ്യൻ തന്നെ ഹദീസിനെ പരിഹസിക്കുന്ന രംഗം കാണൂ. സഹീഹുൽ ബുഖാരി വിമർശനങ്ങൾക്ക് അതീതമാണെന്നോ, ഇമാം ബുഖാരി മഅസൂമാണെന്നോ, ആ 2 ചട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണ്ണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. അപ്പൊ ഒരു ഹദീസ് നമ്മൾ കേട്ടാൽ നമ്മളെ തള്ളുന്നതിന് മുമ്പ് ആലോചിക്കണം, 14 നൂറ്റാണ്ട് പിന്നിട്ട സമുദായത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ആ 2 ചട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണ്ണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. അവരിങ്ങനെ പുറംകാല് കൊണ്ട് തട്ടുകയാണോ ചെയ്തത്? ആ 2 ചട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണ്ണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. ഓരോരുത്തരും അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഹദീസുകളെ തള്ളുകയും കൊള്ളുകയും ചെയ്യുന്ന അവസ്ഥ ഇന്നുണ്ടായിട്ടുണ്ട്. ഹദീസുകളെ പരിഹസിക്കുന്ന ഗുരുക്കന്മാരോട് ഒരു കുട്ടി മുജാഹിദ് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. ഒരു സാധാരണക്കാരന് വിശ്വസിക്കാവുന്ന ഒരു ഹദീസ് ഗ്രന്ഥം ഏതാണ്? ഒന്നല്ല, 2 എണ്ണം കേട്ടോളൂ. ഇമാം ബുഖാരിയുടേതും ഇമാം മുസ്ലിമിന്റേതും. ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും സ്വഹീഹുകളിൽ ഒന്നുപോലും ലഈഫില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഹദീസ് പോലും ലഈഫുള്ളതായിട്ട് ആർക്കും കാണിക്കാൻ സാധ്യമല്ല. ആ 2 ചട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണ്ണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും സ്വഹീഹുകളിൽ ഒന്നുപോലും